രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ കുറച്ച് സ്വീറ്റ്സും ബാക്കി കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ നടക്കുന്നു. അപ്പം നാച്ചുറലി എല്ലാവരും ചോദിക്കും കടിച്ചു പറിക്കാനൊന്നുമില്ല എന്ന്. ഒരു നോൺ വെജ് ഇല്ലെങ്കിൽ ഒരാഴ്ച കടന്നു കൂട്ടാൻ മലയാളികൾക്ക് എത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം മലയാളീസ് പേടിക്കണ്ട, ഇന്ന് നമുക്ക് നല്ല കടിച്ചു പറിക്കാനുള്ള ഒരു ഐറ്റമായിട്ടാണ് അജിത എത്തിയിരിക്കുന്നത്. നമുക്ക് അജിതോട് തന്നെ ചോദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് എനിക്ക് ഒന്നും അതിൻ്റെ പേര് കിട്ടുന്നില്ല. നമുക്ക് അജിതോട് തന്നെ ചോദിക്കാം. അജിത, ഇന്നത്തെ ഈ വിഭവത്തിന് എന്തുവാ പേരിട്ടിരിക്കുന്നത്? ഡ്രാഗൺ ചിക്കൻ. പേടിക്കേണ്ടി വരുമോ? ഡ്രാഗൺ എന്നൊക്കെ പറയണു. ഓക്കെ, അപ്പം ഡ്രാഗൺ ചിക്കൻ ആണ് ഇന്നത്തെ വിഭവം. നമുക്കിതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ, സവോള, പഞ്ചസാര, മുളക് പൊടി, ടൊമാറ്റോ സോസ്, സോയ സോസ്, സ്പ്രിംഗ് ഓണിയൻ, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചരച്ച് വെച്ചിരിക്കുന്നത്, മൈദ മാവ്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. ഇനി ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കി പഠിക്കാം. തുടങ്ങാം. ആദ്യം ചിക്കൻ എടുക്കാം. ചിക്കനിൽ തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം നമ്മൾ ചിക്കൻ എടുത്ത് 200 ഗ്രാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണം. കുറച്ചെടുത്താൽ മതി. കുറച്ച് ബാക്കി ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണം. അപ്പോൾ ഇത് ചിക്കനിന് ആവശ്യമുള്ള മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ഉപ്പ് 1 സ്പൂൺ എടുത്തു. ഇനി വെള്ളപ്പൊടി 3 അടുത്തടുത്ത് ഇരുന്നപ്പോഴേ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഉപ്പ് ഏത് മൈദമാവ് ഏത്? പിന്നെ സോയ സോസ് 2 സ്പൂൺ. സോയ സോസ് കൂടെ ചേർത്ത് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ 200 ഗ്രാം എടുത്തു. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചേക്കുന്നത് 1 സ്പൂൺ ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ ലേശം ഉപ്പും പിന്നെ സോയ സോസ് 2 സ്പൂണും കൂടി ചേർത്ത് ഇളക്കി വെച്ചു. ഇതിങ്ങനെ വെക്കണം. എല്ലില്ലാത്ത പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ല് ഒട്ടുമേ പാടില്ല. ഈ കൂടെ തന്നെ മൈദയും ചേർത്ത് ഇളക്കി വെക്കാം. മൈദ അല്ലേ? ചിക്കൻ്റെ നീരും പിന്നെ ഈ സോയ സോസിൻ്റെ ആ ഒരു നനവും മതി നമുക്ക് മൈദ ഇളക്കാനായിട്ട്. ഇതിങ്ങനെ പുരട്ടി കുറച്ച് നേരം വെക്കണം. കുറേ നേരം, ഒരു അരമണിക്കൂറിലും വെക്കണം. അരമണിക്കൂർ വെക്കണം. അപ്പോൾ അത് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അരമണിക്കൂർ ഇത് പുളിപ്പ് ഇതൊക്കെ പിടിക്കാനാണ്. പിടിച്ച് ഉപ്പും ആ സോസിൻ്റെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് മസാല. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി സോയ സോസ് ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഫ്രൈ ആക്കാം. ചിക്കനോ? നമ്മൾ ചിക്കനെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് പിടിക്കാൻ വേണ്ടി അരമണിക്കൂർ മാറ്റി വെച്ചേക്കായിരുന്നു. ഇനി ഇത് പൊരിക്കാൻ നേരം നമുക്കൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഏകദേശമായി ഇട്ട് നോക്കാം അല്ലേ? എല്ലാം ഇട്ട് വരുമ്പോഴത്തേക്കാണ് നല്ല ചൂടാവും. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നേ ഉള്ളൂ.
ഈ സെറ്റ് പല്ലൊക്കെ വെച്ചിട്ട് പറഞ്ഞേക്കാം അയ്യോ ഒന്ന് കഴിക്കാൻ പറ്റും ഇങ്ങനെ കാണിക്കാനേ കൊള്ളാവുള്ളൂ ചിരിക്കാൻ കൊള്ളാം കഴിക്കാൻ കൊള്ളൂല എന്ന് പറയും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് കഴിക്കട്ടെ, എല്ലൊന്നും പേടിക്കണ്ട. പക്ഷേ ഈ ഡ്രാഗൺ എന്നുള്ള പേരാണെന്ന് തോന്നുന്നല്ലേ പലവരും ഹോട്ടലിലൊക്കെ പോയിട്ട് ഇത് ഓർഡർ ചെയ്യാൻ ചെറുതായിട്ടൊന്നും മടിക്കുന്നത്. ഡ്രാഗൺ ചിക്കൻ അതെങ്ങനെ ഇരിക്കും എന്നൊക്കെ ആയിരിക്കും ചിത്ത. അപ്പം ഭയപ്പെടേണ്ട, ഇത്രയേ ഉള്ളൂ. ബോൺലെസ് ആണ്. അപ്പം നന്നായിട്ട് തട്ടിവിടാം. നമ്മൾ ആദ്യം തന്നെ ഇറച്ചിയിൽ ഇപ്പം ലേറ്റായിട്ട് വന്നവർക്ക് ഒന്നും കൂടെ പറയാണ്, സോയാ സോസ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത്, ഉപ്പ്, മൈദ ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി വെച്ചതാണ്. ഒരു അരമണിക്കൂർ ചിക്കൻ പീസ് വച്ചിരുന്നു ഇതൊക്കെ നന്നായിട്ട് ഊറി ആ മസാല പിടിക്കാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് വെച്ച ചിക്കനാണ്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കുക. എനിക്കത് ആ സോയയുടെ കളറും കൂടെ ആയതുകൊണ്ടിരിക്കില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രൗൺ നിറമായി പെട്ടെന്ന് അതങ്ങ് മൂത്തു. എനിക്കത് ആ നിറത്തിൻ്റെ ആയിരിക്കില്ലേ മൂപ്പ് തോന്നിക്കുന്നേ.